എല്ലാവർക്കും നമസ്കാരം ഗായ്സ്. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ സുരക്ഷിതമായിട്ടുള്ള സിനിമകളിലും ഷോർട്ട് ഫിലിമുകളൊക്കെ എടുത്തിട്ടുള്ള കാർത്തി ശങ്കറിന്റെ ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 10-15 ദിവസത്തോളം ആയിട്ടുണ്ട്. പുള്ളിക്കാരൻ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു വെബ് സീരീസ്, ഏകദേശം 5ഓളം എപ്പിസോഡ് വരുന്ന വെബ് സീരീസിനെ കുറിച്ചാണ്. വെബ് സീരീസിന്റെ പേര് തന്നെ വളരെ മനോഹരമാണ്, ഗുഡ് ബൈ ഗോസ്റ്റ്. എന്തുകൊണ്ടായിരിക്കും ഗുഡ് ബൈ ഗോസ്റ്റ് എന്നുള്ള പേര് ആ ഒരു ഷോർട്ട് ഫിലിമിൽ നോക്കിക്കഴിഞ്ഞാലും അത് അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇതൊക്കെയാണ്. ഞാൻ സ്പോയിലർ കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഈ 5 എപ്പിസോഡുകളിൽ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സസ്പെൻസ് നിറഞ്ഞിട്ടുള്ള ഒരു കഥ തന്നെയാണ് പുള്ളിക്കാരൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ 5 എപ്പിസോഡ് നോക്കിക്കഴിഞ്ഞാൽ 5 എപ്പിസോഡിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ മാത്രമല്ല, നമുക്കിതില് ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സ്ഫടികത്തിലേക്ക് നമ്മൾ ലാലേട്ടന്റെ ചെറുപ്പകാലം ചെയ്തിട്ടുള്ള രൂപേഷ് അദ്ദേഹം ഉണ്ടല്ലോ. അദ്ദേഹം ഒരു ഡോക്ടറുടെ വേഷത്തിൽ, ഒരു സൈക്കാട്രിസ്റ്റിന്റെ വേഷത്തിൽ ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ റോളാണെങ്കിൽ പോലും അത് വളരെ മനോഹരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഓക്കെ, നമുക്ക് ഈ സിനിമയുടെ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിന്റെ വെബ് സീരീസിന്റെ കുറച്ച് കാര്യങ്ങളിലേക്ക് പോകാം. എല്ലാവർക്കും ഈ ഒരു ചാനലിലേക്ക് സ്വാഗതം. പേര് സൂചിപ്പിച്ച പോലെ ഗുഡ് ബൈ ഗോസ്റ്റ്, ഇതിലുള്ള മെയിൻ ആയിട്ട് 3 കഥാപാത്രങ്ങളാണ് ഇതിൽ വരുന്നത്. പ്രധാന കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഈ കാർത്തിക് ശങ്കർ തന്നെയാണ്. അതുപോലെ തന്നെ അതല്ലാതെ പുള്ളിക്കാരുടെ കൂടി 2 ആൾക്കാർ കൂടിയുണ്ട്. ഇതിന്റെ ഒരു ജസ്റ്റ് ഒരു വൺ ലൈൻ നോക്കുവാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 3 പ്രധാന കഥാപാത്രങ്ങൾ, ഈ 3 പ്രധാന കഥാപാത്രങ്ങളും ഈ ഗോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവിടെ ഗോസ്റ്റുകൾ ഇല്ലാന്ന് ഉള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ, ഉണ്ട് എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ വീഡിയോസ് ഡെവലപ്പ് ചെയ്തിട്ട് അത് യൂട്യൂബുകളിലേക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് വളരെ അതിശയമായിട്ട് വേറൊരു വീട്ടിലേക്ക് ഒരു വ്യക്തി മുഖേന ആ വീട് നിന്നിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങള് നിങ്ങളെ 6 ദിവസം നിന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു അവർക്ക് ഉള്ള ഒരു ടാസ്ക് എന്ന് പറയുന്നത്. ഈ ടാസ്ക് ചെയ്യുന്നതിനിടയിൽ സംഭവിക്കുന്ന കുറച്ച് എക്സ്പീരിയൻസസ് ആണ് ഇവിടെ ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് വരുന്നത്. ജസ്റ്റ് പറയുകയാണെങ്കിൽ 2 കൊലപാതകത്തെ കുറിച്ച്, 2 ഒരു സിറ്റുവേഷനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അത് നമുക്ക് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴായിരിക്കും ആ 2 എണ്ണം ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എന്താണെന്ന് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല, കാരണം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള നല്ല രീതിയിൽ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു വെബ് സീരീസ് തന്നെയാണ് ഈ ഒരു ഗുഡ് ബൈ ഗോസ്റ്റ് എന്നുള്ളത്. പക്ഷെ എങ്കിലും നമുക്ക് പലപ്പോഴും ഒരു ഡൗട്ടായിട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്തു എന്നുള്ളൊരു തോട്ട് ചിലപ്പോൾ വന്നേക്കാം. കാരണം എന്തായാലും ഒരു ഗസ് ചെയ്തുകൊണ്ട് ഒക്കെ, അതായത് മെയിൻ ഒരു മരണം നടക്കുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഒറ്റയടിക്ക് ഗസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല എന്നുള്ളത് ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ അല്ലെങ്കിൽ വെബ് സീരീസിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം 5 എപ്പിസോഡുകൾ ഇപ്പം 15 ദിവസങ്ങളായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അതിന് ഫുൾ സ്ട്രെച്ച് ആയിട്ടുള്ള ഏകദേശം 1 അവറോളം വരുന്ന ഫുൾ മൂവി അവർ ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ അത് കണ്ടിട്ടില്ല, ജസ്റ്റ് അതിലെന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. എങ്കിലും നല്ലൊരു ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ വെബ് സീരീസ് തന്നെയാണിത്. നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടു നോക്കാം, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ആ ഒരു രീതിയിൽ അറിയാലോ, കാർത്തിക് ശങ്കർ അദ്ദേഹം പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരന് അതിൽ വീഡിയോ ചെയ്യാനും ഷോർട്ട് ഫിലിം ചെയ്യാനും അറിയാം. കാരണം അറിയാലോ, പുള്ളിക്കാരന്റെ അങ്ങനെ റിലേറ്റീവ്സ് ഒക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്ന ഒരാളാണല്ലോ, വളരെ രസകരമായിട്ടുള്ള. അപ്പൊ അദ്ദേഹത്തിന് അറിയാം എങ്ങനെ ചെയ്യണം, എങ്ങനെ നമ്മളെ സാധാരണക്കാരിലേക്ക് ഇത് എത്തിക്കണം എന്നത് കൃത്യമായിട്ട് അറിയാം. നിങ്ങൾ എന്തായാലും ഒരു വെബ് സീരീസ് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എന്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് നല്ലൊരു വെബ് സീരീസ് ആണ്. നമുക്ക് അങ്ങനെ മോശമായിട്ട് ഇവിടെ എടുത്തു പറയാൻ മാത്രമുള്ള കാര്യങ്ങളൊന്നും ഇല്ല തന്നെയാണ് ഇപ്പോഴും വിചാരിക്കുന്നത്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ ഈ ഒരു ചാനലിൽ എന്തായാലും കമന്റ് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബൈ.